ഹലോ ഗായ്സ്, അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഈറ്റ് അറ്റ് ഉത്സവപ്പറമ്പ്, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒറ്റശേഖരമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് എന്തായാലും ഉത്സവമൊക്കെ ആകുമ്പോൾ ഒരു 7-8 ദിവസം കാണില്ലേ, അതിൽ 7-8 ദിവസം പോയില്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ പോകുമല്ലോ. അപ്പോൾ അവിടെ വെച്ച് പറമ്പിലൊക്കെ അല്ല, അവിടെ ചുറ്റുമൊക്കെ നമുക്ക് ഒരുപാട് ഫുഡൊക്കെ കിട്ടില്ലേ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കഴിച്ച കുറച്ച് കാര്യങ്ങൾ ഉത്സവം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിലോട്ടുള്ള എൻട്രി. ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 3 കൊടിമരമുള്ള കേരളത്തിലെ ഏക ശിവക്ഷേത്രമാണ്. അപ്പോൾ ഞങ്ങൾ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ 3 പേരാണ് പോയത്. അപ്പോൾ ഐശ്വര്യമായിട്ട് ആദ്യം തന്നെ ഐസ്ക്രീം കുടിച്ചിരുന്നത് കൊണ്ട് അതിൻ്റെ വീഡിയോ ആക്രാന്തം മൂത്ത് കഴിച്ചത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ദോശ, ചട്നി, ചമ്മന്തി, സാമ്പാർ, വട എല്ലാം കൂടി ചേർത്ത് നല്ല ഗംഭീരമായിട്ട് ഒരു ഫുഡ് കഴിച്ചിരുന്നു. ഇത് ഒരു ഡേയിലുള്ള തീറ്റയല്ല, കുറച്ച് ദിവസങ്ങളിലെ തീറ്റയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വന്നിട്ട് ഐശ്വര്യമായിട്ട് ആദ്യം തൊഴുതിറങ്ങി കപ്പലണ്ടി തന്നെ കഴിച്ചും കൊണ്ട് നേരെ പോയത് ഒരു മുട്ടായി കടയിലോട്ടായിരുന്നു. പഴയകാല ഓർമ്മകളെന്നും പറഞ്ഞുകൊണ്ട് ഒരു മുട്ടായി കട. അവിടെ 20 രൂപയ്ക്ക് 20 രൂപയുടെ ഇഷ്ടംപോലെ പഴയകാല മുട്ടായി പാക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു 2-3 ഐറ്റംസൊക്കെ വാങ്ങിച്ചിരുന്നു. നമ്മൾ തേൻ മുട്ടായി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ അതെടുത്തില്ല. ഞാൻ ഏതൊക്കെയാണ് എടുത്തതെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് മുട്ടായി വാങ്ങിച്ചും കൊണ്ട് നേരെ പോയത് ഈ കടയിലോട്ടാണ്. മുട്ടയും ചുക്ക് കാപ്പിയും, നല്ല പുഴുങ്ങിയ മുട്ടയിൽ കുരുമുളകൊക്കെ ഇങ്ങനെ തൂറ്റി അവരുടേതായ ഒരു മസാല അരച്ച് ചമ്മന്തിയും ചേർത്ത് അത് നല്ല കഴിച്ചപ്പോഴുന്ന എന്തൊരു ടേസ്റ്റായിരുന്നെന്നറിയാമോ. അതിൻ്റെ കൂടെ ചുക്ക് കാപ്പിയാണെങ്കിൽ ഭയങ്കര എരിവായിരുന്നു കേട്ടോ, പക്ഷേ നല്ല രസമായിരുന്നു മുട്ടയും ചുക്ക് കാപ്പിയും കൂടെ കഴിക്കാൻ. ഇത് സെക്കൻഡ് ഡേ ആണ്, അടുപ്പിച്ചല്ല പോയത്, ഇടയ്ക്കിടയ്ക്കാണ് പോയത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അലങ്കാരപ്പണികളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ട് അതൊന്ന് അഴിച്ചു പറിച്ച് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടല്ലാതെ സമാധാനം കിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യം വാങ്ങിച്ചത് ജെല്ലി എന്ന് വിചാരിച്ച് വാങ്ങിച്ച സാധനമാണ്, പക്ഷേ അതൊരു ജ്യൂസ് പോലെയായിരുന്നു. അവളുടെ സന്തോഷം കണ്ട അതൊന്ന് കഴിച്ചാൽ മതി എന്നുള്ള വെപ്രോളായിരുന്നു. അങ്ങനെ ഞാനും അവളും കൂടെ ഇത് ജ്യൂസ് പോലെ വലിച്ചു കുടിക്കുന്നതാണ്, ജെല്ലി ആയിരുന്നില്ല. അതിനെ കഴിച്ചു. അവളും ഞാനും ഓരോന്നല്ല 2 വീതം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വാങ്ങിച്ചതാണ് ഇതിനവർ എന്തോ ഹൽവ മുട്ടായി എന്നാണ് പറഞ്ഞത്, പക്ഷേ സാധനം കൊള്ളത്തില്ല. കഴിച്ചിട്ട് എൻ്റെ മുഖം പോണ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും സാധനം വലിയ സുഖമില്ലാന്ന്. അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ് ഈ സാധനം, മൈസൂർ പാക്ക് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വഴിയിൽ കണ്ടപ്പോഴേ വാങ്ങണമെന്ന് ആഗ്രഹിച്ചതാണ്, അങ്ങനെ ഞാൻ വാങ്ങിച്ചു. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.